യോക്കോഹാമ എന്ന നഗരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജപ്പാനിൽ നിന്ന് മീഡിയ വണ്ണിന് വേണ്ടി ജിതിൻ. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കളിക്കുന്ന സ്പോർട്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അത് ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ബോൾ ആണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് യോക്കോഹാമയിലെ ബേസ്ബോൾ സ്റ്റേഡിയത്തിന്റെ മുന്നിൽ നിന്നാണ്. ഇതാണ് യോക്കോഹാമയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം. ഈ ഒളിമ്പിക്സിൽ ജപ്പാന്റെ ഭാഗ്യ സ്റ്റേഡിയം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ സ്റ്റേഡിയത്തെ. കാരണം കളിച്ച 7 കളികളിൽ 6ലും വിജയം ജപ്പാന്റെ കൂടെയായിരുന്നു. സ്റ്റേഡിയത്തിന്റെ തൊട്ടുപുറകിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചൈന ടൗൺ ആയ യോക്കോഹാമ ചൈന ടൗൺ. കടകളൊക്കെ 8 മണിക്ക് തന്നെ അടച്ചിരിക്കുന്നു. കോവിഡ് ഒരുപക്ഷെ യോക്കോഹാമയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവരെ ആവണം. ഇങ്ങനെ ഒരു വിജനമായ ചൈന ടൗൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തൊട്ടടുത്ത് തന്നെയാണ് കോർപ്പറേറ്റ് ഓഫീസുകളുടെ ഹബ്ബായ മിനാത്തോ മിറായി. അതുകൊണ്ട് തന്നെ യോക്കോഹാമ സ്റ്റേഡിയം യോക്കോഹാമയിലെ ഇന്ത്യക്കാർക്ക് വളരെ സുപരിചിതമാണ്. ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ബിൽഡിംഗ് ആയ ലാൻഡ്മാർക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. യോക്കോഹാമയിൽ നിന്നും മീഡിയ വൺ ന്യൂസിന് വേണ്ടി ജിതൻ കൃഷ്ണൻ.